ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ് ആൻ ഇൻട്രഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഭരണഘടനയ്ക്കൊരു മുഖവുര. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടി പ്രധാനപ്പെട്ടത് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നിങ്ങളെ തന്നത്. ഇതിനകത്തിൽ മൊത്തം നോട്ടുകളുമുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്നാൽ എന്തെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ പഠിക്കേണ്ടത്. ഇനി ഇത് നിങ്ങൾക്ക് ഞാൻ 2-3 എടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ എന്തെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, പഠിക്കാൻ ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അത് പഠിച്ചെഴുതിയാൽ മതി കേട്ടോ. ഞാൻ വേറെ കേട്ടോ അപ്പുറത്ത് വേറെ അന്നേരം ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് വെച്ചാൽ അത് പഠിക്കണം കേട്ടോ. എ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഈസ് ആൻ ഒതൻറ്റിക് ഡോക്യുമെൻ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഫണ്ടമെൻ്റൽ ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് നീഡഡ് ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗവൺമെൻറ് ഇൻ എ കൺട്രി. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് പഠിച്ചാൽ മതി കേട്ടോ. എ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഈസ് ആൻ ഒതൻറ്റിക് ഡോക്യുമെൻ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഫണ്ടമെൻ്റൽ ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് നീഡഡ് ഫോർ ദ ഓർഗനൈസേഷൻസ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗവൺമെൻറ് ഇൻ എ കൺട്രി. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിലെ 2ാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലവിള UP സ്കൂളിലെ കുട്ടികൾ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന അഭിഭാഷകരുമായിട്ട് നടത്തുന്ന ഒരു അഭിമുഖമുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് നോക്കണേ. ഈ അഭിമുഖത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആശയങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾ നോക്കി. അതിൻ്റെ ഇംഗ്ലീഷും മലയാളം ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. 1 രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം, 2 ഗവൺമെൻറ്റിൻ്റെ ശാഖകളുടെ അധികാരങ്ങൾ, 3 ജനങ്ങളുടെ അവകാശങ്ങൾ, 4 ജനങ്ങളുടെ കടമകൾ കേട്ടോ. ലുക്ക് അറ്റ് ദ ഇൻ്റർവ്യൂ കണ്ടക്റ്റഡ് ബൈ ദ ചിൽഡ്രൻസ് ഓഫ് പാലവിള ദ UP സ്കൂൾ. വാട്ട് ഐഡിയാസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻ്റർവ്യൂ അല്ലേ. ഒന്നാമത്തത് ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് എന്നാണ് കേട്ടോ. ഗവൺമെൻറ് എന്നല്ലേ ഗവേണൻസ് കേട്ടോ. പിന്നെ ഓഫ് ദ സ്റ്റേറ്റ്, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഗവൺമെൻറ്, ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി പീപ്പിൾ, പവേഴ്സ് ഓഫ് ദ റൂൾസ് കേട്ടോ. അപ്പോൾ ആ 2 പഠിക്കണം. അടുത്ത പ്രൊസീജിയേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. വരി വലിച്ച് ഞാൻ എഴുതിയിട്ടില്ല. ഉള്ളതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി എഴുതി വെച്ചേക്കുന്നത്. അതിലെ പ്രൊസീജിയർ കേട്ടോ. അല്ല കുഞ്ഞുങ്ങളെ, പ്രെഡിസിസേഴ്സ് എന്ന് കേട്ടോ. സക്സസറും പ്രെഡിസിസറും അറിയാമോ കുഞ്ഞുങ്ങളെ. സക്സസർ എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടുക, പ്രെഡിസിസർ എന്ന് വെച്ചാൽ എന്താ ഒന്ന് കുറയ്ക്കുക എന്ന് കേട്ടോ. പ്രെഡിസിസേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഭരണഘടനയുടെ മുൻഗാമികൾ എന്നാണ് ഇവിടെ നമുക്ക് അർത്ഥമാക്കുന്നത്. പ്രെഡിസിസർ എന്ന് വെച്ചാൽ നേരത്തെയുള്ള കേട്ടോ, മുൻഗാമികൾ. കോഡ് ഓഫ് ഹാമുറാബി, മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. ഒന്നാമത്തെയാണ്, ടെസ്റ്റ് നോക്കി അറിയാം. കോഡ് ഓഫ് ഹാമുറാബി, പേര് നോക്കിയേ, ഹാമുറാബി. The Code of Hammurabi is one of the oldest legal code in the world. The Code of Hammurabi is one of the oldest legal code in the world. Hammurabi was the ruler of ancient ബാബിലോണിയ എന്നാട്ടോ. ആ പേര് നോക്കണേ. എൻ്റെ ഇവിടെ മലയാളം ഉണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. ബാബിലോണിയ കേട്ടോ. ബേബിലോൺ എന്നാണ് ഇംഗ്ലീഷിൽ കണ്ടോ. ആ പേര് നോക്കണേ. ദീസ് ലീഗൽ കോഡ് dictate that no one has the authority to violate the fundamental laws of the kingdom. കോഡ് ഓഫ് ഹാമുറാബിയെ കുറിച്ച് നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് 1 മാർക്കിന് ചോദിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹാമുറാബിയുടെ നിയമസംഹിത കേട്ടോ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഹാമുറാബിയുടെ നിയമസംഹിത കേട്ടോ. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്നാണ് ഈ നിയമസംഹിതയിൽ പറയുന്നത് കേട്ടോ. അടുത്ത 2ാമത്തെയാണ് മാഗ്ന കാർട്ട. എന്താണ് മാഗ്ന കാർട്ട? കണ്ടോ. The peoples of England were fed up with the autocracy of the monarch.
ഇൻ എന്താ 1215 അല്ലേ 1215 സി കിങ് ജോൺ വാസ് സീസ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ടു സൈൻ ദ മാഗ്ന കാർട്ട കാർട്ടർ എഗെയിൻസ്റ്റ് ദീസ് ഓട്ടോക്രസി. ദ കാർട്ടർ മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് the king and the government were not above the law. The Magna Carta is considered a milestone in the history of human rights. ഇംഗ്ലീഷ് മീഡിയക്കാരായിട്ട് ടെസ്റ്റ് കിടപ്പുണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പ് മുട്ടിയിരുന്നു. ഈ രാജാക്കന്മാരാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം അങ്ങ് കേട്ട് സഹിച്ചിരിക്കണം. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ അവിടെയുള്ള രാജാക്കന്മാരുടെ ഏകാധിപത്യം അവരുടെ ഭരണമാണ് അല്ലേ, ആ ഏകാധിപത്യത്തിൽ അവിടെയുള്ള ജനങ്ങൾ വല്ലാതെ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ 1215 നമ്മുടെ ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ജനങ്ങൾ ഒപ്പുവയ്പ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. ഇതിനെതിരെയായിട്ട് 1215 ജോൺ രാജാവിനെ, അവിടുത്തെ രാജാവിനെ എന്ത് ചെയ്തു, തടഞ്ഞു വെച്ചു. എന്നിട്ട് ഈ ജനങ്ങളെല്ലാം കൂടി ഒപ്പുവെച്ച ഒരു പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല കേട്ടോ. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ട് ഈ മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചത് കോഡ് ഓഫ് ഹാമറാബി അല്ലേ, ഹാമറാബിയിലെ നിയമസംഹിത. രണ്ടാമത് പഠിച്ചത് മാഗ്ന കാർട്ട. മൂന്നാമത്തത് മഹത്തായ വിപ്ലവം, അതായത് ഗ്ലോറിയസ് റവല്യൂഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്ലോറിയസ് റവല്യൂഷൻ പേരൊക്കെ നോക്കിക്കേ. 1688 സി ദ ഓട്ടോക്രസി ഓഫ് ദ കിങ് എൻഡഡ് ആൻഡ് ദ അതോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് ഇൻക്രീസ്ഡ് ത്രൂ ദീസ് റവല്യൂഷൻസ്. ദ പവർ ഓഫ് മൊണാർക്ക് കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് പാർലമെൻറ്റ്. ഈ വിപ്ലവത്തിലൂടെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുകയും കേട്ടോ. നമ്മൾ രാജാവിൻ്റെ ഭരണം കൊണ്ട് അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടായി. എന്നാൽ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ വന്നപ്പോൾ എന്താണ്, രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അങ്ങ് അവസാനിപ്പിക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തു കേട്ടോ. രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യം അങ്ങ് മാറ്റി, അവസാനിച്ചു. എന്നിട്ട് പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ അധികാരം പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായി. ഈ രാജാക്കന്മാരുടെയൊക്കെ അധികാരം എന്താണ്, പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായി. അടുത്തതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഈ ഡേറ്റ് ഒക്കെ നോക്കണേ. 1776 അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. This declaration was able to make the peoples aware of their power to remove the government. It also led to the framing of the world first written constitutions. അതായത് ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാനുള്ള തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഈ പ്രഖ്യാപനത്തിന് കഴിഞ്ഞു. ഗവൺമെൻറ്റിനെ എല്ലാം നീക്കം ചെയ്യാനുള്ള തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി ഈ പ്രഖ്യാപനത്തിന് കഴിഞ്ഞു. ഇത് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് ഇത് നയിച്ചു. അത് പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ. എഴുതപ്പെട്ട ഭരണഘടന ഏതാന്ന് കേട്ടോ. അമേരിക്കൻ ഭരണഘടനയാണ് എഴുതപ്പെട്ട ഭരണഘടന കേട്ടോ. ഞാൻ 1 വേർഡ് 1 മാർക്കിൻ്റെയൊക്കെ തന്നില്ലായിരുന്നു നിങ്ങൾ, അതിനകത്തിലെല്ലാം ഇതുണ്ട് കേട്ടോ. അത് നോക്കണേ. അടുത്തത് അതിനകത്തിലെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ. എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ? ആ ഡേറ്റ് ഒന്ന് നോക്കിയേ, 1789 കേട്ടോ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ 1789 അല്ലേ. ദ പീപ്പിൾസ് ഓഫ് ഫ്രാൻസ് റിവോൾട്ടഡ് റേസിംഗ് ദ സ്ലോഗൻ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ദേ ഫോർട്ട് അഗെയിൻസ്റ്റ് ദ അൺഫെയർ റൂൾ ഓഫ് കിങ് ലൂയിസ് 14 അല്ലേ, 14. അതായത് 14 16 കേട്ടോ. 5 6 റോമൻ ലെറ്റർ അറിയാവും നിങ്ങൾ. എക്സ് എന്ന് എഴുതാൻ റോമൻ ലെറ്ററിൽ 10 എന്നാണ് അർത്ഥം കേട്ടോ. എക്സ് ഈ വി എന്ന് എഴുതി കഴിഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. വിയുടെ ഇപ്പുറത്ത് 1 വരെയാണെങ്കിൽ എന്താ 6 എന്നാണ് അർത്ഥം. അതൊക്കെ അറിയാം. 16 അല്ലേ. 1789 സ്വാതന്ത്ര്യം, ലിബർട്ടി അല്ലേ, ഇക്വാളിറ്റി സമത്വം, ഫ്രട്ടേണിറ്റി സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഫ്രാൻസിലെ ജനങ്ങൾ നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അധികാരം രാജാവിനല്ല ജനങ്ങൾക്കാണ് എന്ന തത്വത്തിന് ഈ വിപ്ലവം അംഗീകാരം നൽകി. അധികാരം എന്ന് പറയുന്നത് രാജാവിനുള്ളതല്ല കേട്ടോ, ജനങ്ങൾക്കാണ് കേട്ടോ. അത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അധികാരം രാജാവിനല്ല ജനങ്ങൾക്കാണ്. ഈ തത്വം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം കേട്ടോ. ഫ്രഞ്ച് ഈ വിപ്ലവം അംഗീകാരം നൽകിയെന്ന്. ഇനി നമ്മുടെ ടെസ്റ്റിലെ വർക്ക്ഷീറ്റാണ് കേട്ടോ. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. ദ പവേഴ്സ് ഓഫ് ദ കിങ് വെയർ ദ സബ്ജക്റ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായി. ഏത്?
ഫ്രഞ്ച് വിപ്ലവം. കണ്ടോ, ഫ്രഞ്ച് വിപ്ലവം. ദ വേൾഡ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടന ഏതായിരുന്നു? ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഏതാവും നിങ്ങളെ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കേട്ടോ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ കോഡ് ഓഫ് ഹിസ്റ്ററി ഏതാണ്? ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത കോഡ് ഓഫ് ഹാമുറാബിയാണ് കേട്ടോ. ഹാമുറാബിയുടെ നിയമസംഹിതയാണ് ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത. അടുത്തത്, ദ കിങ്സ് ഓട്ടോക്രസി എൻഡഡ് ആൻഡ് ദ പവേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് ഇൻക്രീസ്ഡ്. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്ത ഏതാ? ഗ്ലോറിയസ് റവല്യൂഷനിലാണ് കേട്ടോ. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തത് ഗ്ലോറിയസ് റവല്യൂഷനിലെ മഹത്തായ വിപ്ലവത്തിലാണ്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് പറയുന്നത് മാഗ്ന കാർട്ട കേട്ടോ. മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മാഗ്ന കാർട്ട കേട്ടോ. അത്രയാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടി പഠിച്ചത്. രണ്ടാമത്തേൽ നോക്കൂ നിങ്ങളെ, ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഇനി നമ്മൾ പഠിക്കുന്നത് പല തരത്തിലുള്ള ഭരണഘടനകളുണ്ട് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലുണ്ടത് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഞാൻ എഴുതിയ അഥവാ നിങ്ങൾക്ക് വായിക്കാനോ കാണുമ്പോൾ എന്തുവാ പുകഞ്ഞു വല്ലതും നിൽക്കുവാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി അതുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ ആൻഡ് ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ടൈപ്പുകൾ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും അത് കിടപ്പുണ്ട്. നോക്കിയേ, ഭരണഘടന. അപ്പോൾ ഇത് നോക്കിയേ, മലയാളം ഇംഗ്ലീഷും ഉണ്ട്. ഭരണഘടന എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. അതിൻ്റെ നോക്കിക്കേ, ഒന്ന് നേച്ചർ, സ്വഭാവത്തിൽ തിരിച്ചിട്ടുണ്ട്. പിന്നെ പ്രോസസ് ഓഫ് അമെൻമെൻറ്റ്, മാറ്റം വരുത്താനുള്ള പ്രക്രിയയിലുണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് ഫോർമേഷൻ എന്നിങ്ങനെ മൂന്നായിട്ടാണ് നമ്മുടെ ഭരണഘടനയെ തിരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് നേച്ചർ, രണ്ട് പ്രോസസ് ഓഫ് അമെൻമെൻറ്റ്, മൂന്ന് മെത്തേഡ് ഓഫ് ഫോർമേഷൻ, സ്വഭാവം, മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഈ സ്വഭാവത്തിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നേച്ചറിനെ ഏതാണെന്നറിയാം? റിട്ടൺ എന്നും അൺറിട്ടൺ എന്നും. റിട്ടൺ എന്ന് വെച്ചാൽ എഴുതുന്നതിനെ നമ്മൾ ലിഖിതം എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. റിട്ടൺ എന്ന് വെച്ചാൽ എഴുതുക എന്നല്ലേ. ഈ എഴുതുക എന്നുള്ളതിന് എന്താണ്? ലിഖിതം എന്നാണ് പറയുന്നത് കേട്ടോ. അൺറിട്ടൺ എന്ന് വെച്ചാലോ അലിഖിതം കേട്ടോ. ഇനി പ്രോസസ് ഓഫ് അമെൻമെൻറ്റിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാണ്? റിജിഡും ഫ്ലെക്സിബിളും. ഇതൊക്കെയാണ് റിജിഡും ഫ്ലെക്സിബിളും. ഇനി രൂപം കൊണ്ട രീതിയോ മെത്തേഡ് ഓഫ് ഫോർമേഷനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനാക്റ്റഡ്, ഇവോൾവ്ഡ്. നമ്മുടെ ടെസ്റ്റിൽ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കണ്ടോ. അതിൻ്റെ മലയാളവും കൂടെ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് കാണിച്ചത് കേട്ടോ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞ വൺ വേർഡ് ഇതായിരുന്നു. എല്ലാം ഇതിനകത്ത് കിടക്കുന്നതാണ് ഈ പറയുന്നത്. ഇതിനെന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല അല്ലേ. ഇനി അതിനകത്തിൽ നമ്മുടെ റിട്ടൺ ഉണ്ട്, അൺറിട്ടൺ ഉണ്ട്, റിജിഡ് ഉണ്ട്, ഫ്ലെക്സിബിൾ ഉണ്ട്, ഇനാക്റ്റഡ് ഉണ്ട്, ഇവോൾവ്ഡ് ഉണ്ട്. കണ്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് കണ്ടല്ലോ നിങ്ങളെ. അപ്പോൾ എന്താണ് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇത് വായിച്ചിട്ട് എന്താണ് അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം നടോ നിങ്ങളെ. ഒന്നാമത്തെ നമ്മൾ എന്താണ്? റിട്ടൺ എന്ന് വെച്ചാൽ ലിഖിതമാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. കേട്ടെ, എന്താണ് റിട്ടൺ അല്ലേ? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന. അതെവിടെയൊക്കെ? ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ. ആ സ്ഥലങ്ങളോടൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. എഴുതി തയ്യാറാക്കിയത്. എന്നാൽ അല്ലാത്തതോ? ഈ സെയിം ഇത് തന്നെ നോക്കിയോ നിങ്ങളെ. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിത രീതിയിൽ എഴുതി തയ്യാറാക്കിയ പുസ്തകമാണ് ഇതെങ്കിൽ എഴുതി തയ്യാറാക്കപ്പെടാത്ത പുസ്തകമാണ് ഏതാ? അലിഖിതം. ഇതിനകത്ത് തയ്യാറാക്കി ഏതാ? ലിഖിതമല്ലേ. അപ്പോൾ അതിനകത്ത് തയ്യാറാക്കിയത്. ഇതോ തയ്യാറാക്കാത്തത് കേട്ടോ. അങ്ങനെ ക്രോഡീകരിക്കപ്പെടാത്തതുമായ, ഇത് ക്രോഡീകരിച്ചിരിക്കുന്നു, ഇത് ക്രോഡീകരിക്കപ്പെടാത്തതുമായിട്ടുള്ള നിയമസംഹിതയ്ക്ക് പറയുന്ന പേരാണ് അലിഖിതം. അപ്പോൾ ലിഖിതവും അലിഖിതവും എന്താണ്? പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചത് കൊണ്ടാണ് അതിനെ ലിഖിതം എന്ന് പറയുന്നത്. എഴുതി തയ്യാറാക്കി അല്ലേ. എന്നാലോ ഇത് തയ്യാറാക്കിയില്ല, അതുകൊണ്ട് അതിനെ അലിഖിതം. യുണൈറ്റഡ് കിങ്ഡം കേട്ടോ. യുണൈറ്റഡ് കിങ്ഡമാണ് അതിന് എക്സാമ്പിൾ. UK, അതുപോലെ ന്യൂസിലൻഡും ഉണ്ട് കേട്ടോ. ന്യൂസിലാൻഡ് നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അടുത്തത് അതിൻ്റെ മൂന്നാമത്തത് നോക്കിക്കേ. റിജിഡ് അല്ലെങ്കിൽ ദൃഢമായത്.
അതായത് മാറ്റം വരുത്തുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ് റിജിഡ് അല്ലെ ദൃഢമായതെന്ന് പറയുന്നത്. അതായത് അമേരിക്കൻ ഐക്യനാടുകളൊക്കെ അതിലെ കേട്ടോ, മാറ്റം വരുത്തുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ, അങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ ഒരു കർക്കശമായിട്ടുള്ള കേട്ടോ, അങ്ങനെ തന്നെയാണ് റിജിഡ്. എന്നാൽ ഫ്ലെക്സിബിൾ അപ്പോൾ എന്തുമായിരിക്കും, എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടനയാണ് ഫ്ലെക്സിബിൾ. അപ്പം വ്യത്യാസം നോക്കിയേ, ഒന്ന് എഴുതപ്പെട്ടതാണെങ്കിൽ അതിനകത്തിലെല്ലാം ഉണ്ട് അല്ലേ, ഇല്ലാത്തത് അത് 1ഉം 2ഉം. അടുത്തത് റിജിഡും ഫ്ലെക്സിബിളും ആണെങ്കിൽ റിജിഡിൽ എന്താണ്, കർക്കശമായ നടപടിക്രമങ്ങളാണെങ്കിൽ ഫ്ലെക്സിബിളിൽ എന്താണ്, അയവുള്ളത് അല്ലേ, എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. ഇനിയും ഒരെണ്ണമുണ്ടോ ചോദിക്കില്ല, ഇനാക്റ്റഡും ഇവോൾവിഡും. ഇനാക്റ്റഡിനകത്തിൽ എങ്ങനെ, ഭരണഘടനാ നിർമ്മാണ സഭയുടേതോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് ഇനാക്റ്റഡ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് അത്. അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ, ഇതൊക്കെ കേട്ടോ. ഇവോൾവിഡോ, ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടന കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കുകളും ഇതിൽ ഉൾപ്പെടുന്നു. അതിലും യുണൈറ്റഡ് കിങ്ഡവും കാനഡയൊക്കെയാണ്. നിങ്ങൾക്ക് ഞാനിത് ഇങ്ങനെ എഴുതിയ മലയാളം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ടെസ്റ്റിൽ അത് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. സ്ഥലം നോക്കിയോ നിങ്ങളെ, ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, നോക്കി, ഇത് രണ്ടും, അതായത് റിട്ടൺ, റിജിഡ്, ഇനാക്റ്റഡ്, ഇതിലെല്ലാം ഏതാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക 3 വരുന്നുണ്ട്. കണ്ടോ, എക്സാമ്പിൾ കണ്ടോ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക 3 അല്ലേ. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു ഓസ്ട്രേലിയ ഉണ്ട്, ഇവിടെ ഇന്ത്യ ഉണ്ട്. അതേപോലെ ഇപ്പുറത്ത് നോക്കിയേ, യുണൈറ്റഡ് കിങ്ഡം. പിന്നെ ഇവിടെ ഏതാ, ന്യൂസിലാൻഡ്, കാനഡ. അപ്പോൾ ആ ക്ലൂ വെച്ചൊക്കെ ഞാൻ പഠിച്ചാൽ മതി കേട്ടോ. മനസ്സിലായ, എൻ്റെ മലയാളമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേട്ടോ. അത് ഇംഗ്ലീഷിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതെല്ലാം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ്. ഇനിയും അതിൻ്റെ തൊട്ട് താഴെ റിട്ടൺ, അൺറിട്ടൺ, റിജിഡ്, ഫ്ലെക്സിബിൾ, ഇനാക്റ്റഡ്, ഇവോൾവ്ഡ്, ഇങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലാസിഫൈ ദ കൺട്രീസ് മെൻഷൻ ദ എക്സാമ്പിൾസ് അക്കോർഡിംഗ് ടു ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ടേബിൾ ബിലോ അല്ലേ. പാഠഭാഗത്ത് ഉദാഹരണമായിട്ട് നൽകിയിട്ടുള്ള രാജ്യങ്ങളെ ഭരണഘടനയുടെ സവിശേഷതകൾക്കനുസരിച്ച് പട്ടികയിൽ ക്രമീകരിക്കൂ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഒന്നാമത്തത് റിട്ടണിനകത്തിൽ ഏതാ വന്നത്, ഇന്ത്യ, അമേരിക്കൻ, നമ്മളാ മുമ്പ് പറഞ്ഞില്ലേ, ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ. അലിഖിതത്തിലോ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. ദൃഢമായെന്ന് വെച്ചാൽ ഏതാ, റിജിഡ് അല്ലേ, റിജിഡിനകത്തിൽ അമേരിക്കൻ ഐക്യനാടുകളും ഓസ്ട്രേലിയയും. എന്നാൽ ഫ്ലെക്സിബിളിനകത്തുള്ള യുണൈറ്റഡ് കിങ്ഡവും ന്യൂസിലാൻഡ്, ലാൻഡ്. നടപ്പിലാക്കിയത് അല്ലേ, നടപ്പിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഇനാക്റ്റഡിൽ അമേരിക്കൻ ഐക്യനാടുകളും ഇന്ത്യയും. പിന്നെ പരിണമിച്ചത് അല്ലേ, ഇവോൾവ് ചെയ്ത് ഏതൊക്കെയാ, ഇവോൾവ്ഡ്, യുണൈറ്റഡ് കിങ്ഡം, കാനഡ. അതൊന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ ആ ബോക്സിനകത്തിൽ ഈ ബോക്സ് തന്നിരിക്കുന്നത് എന്താ, ഇതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. റിട്ടണിനകത്തിൽ അത്, റിജിഡിനകത്തിൽ അത് കേട്ടോ, ആ ഇതങ്ങ് എഴുതിയാൽ മതി. ഏതാണെന്നറിയോ, ഈ ടിക്കറ്റേക്കുന്നത് ഓരോ സ്ഥലത്തിൻ്റെയും ടിക്കറ്റ് എഴുതിയാണ്. ഓക്കെ ആണല്ലോ. അടുത്തതാണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് ഞാൻ എഴുതാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല കേട്ടോ. നോക്കിയേ, നല്ല വൃത്തിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ എഴുതുന്നത്, നിങ്ങൾ തന്നെ ഒന്ന് നോക്കി. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എസെൻഷ്യൽ ക്വാളിറ്റീസുകൾ അല്ലേ, എന്ന് വെച്ചാൽ എന്താണ്, ഭരണഘടനയുടെ ആവശ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ്. നോക്കിയേ, ഒന്നാമത്തത് ബ്രേവിറ്റി എന്ന് വെച്ചാൽ എന്താ, സംക്ഷിപ്തത എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. ബ്രേവിറ്റി എന്ന് വെച്ചാൽ സംക്ഷിപ്തത എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ആവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. ബ്രേവിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നുണ്ടെങ്കിൽ അവശ്യ വ്യവസ്ഥകളുണ്ടല്ലോ, ഓരോ ആവശ്യമായ വ്യവസ്ഥകൾ അത് ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം എന്നാണ് ബ്രേവിറ്റിയിൽ പറയുന്നത്. എന്നാൽ ക്ലാരിറ്റി വേണം, നല്ല ക്ലാരിറ്റി, വ്യക്തത വേണം. എന്ന് വെച്ചാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്കൊക്കെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി പോരാ, നല്ല ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കണമെന്നാണ് ക്ലാരിറ്റിയിൽ. ഇനി അടുത്ത് ഡൈനാമിക്, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഈ വർഷത്തെ കൂട്ടായിരിക്കത്തില്ല, അടുത്ത വർഷത്തെ കൂട്ടല്ലേ അല്ലേ, അങ്ങനെ മാറുന്നതിനനുസരിച്ച് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയണം. അതാണ് ഡൈനാമിക് പറയുന്നത്. എന്നാൽ
പിന്നെ സ്യൂട്ടബിലിറ്റിയിൽ പറയുന്നത് എന്താണ്? അനുയോജ്യമായിരിക്കണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നത് അനുയോജ്യമായിരിക്കണം. പിന്നെ കോംപ്രിഹെൻസീവ്നെസ്, എന്താണ്? സമഗ്രത വേണം നമുക്കെല്ലാം. എന്താ? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പൗരരുടെ അവകാശങ്ങളും കടമകളും എന്നിവയൊക്കെ സമഗ്രമായിട്ട് പ്രതിപാദിച്ചിരിക്കണം. ഏതിലാണെന്നറിയോ? കോംപ്രിഹെൻസീവ്നെസ്സിൽ, അതായത് സമഗ്രത കേട്ടോ. അതിൻ്റെയൊക്കെ മലയാളം എന്തെങ്കിലും രണ്ടിതാണ് അതിൻ്റെ മലയാളം കേട്ടോ. ബ്രീവിറ്റി സംക്ഷിപ്തത, ക്ലാരിറ്റി വ്യക്തത, ഡൈനാമിക് ചലനാത്മകത, സ്യൂട്ടബിലിറ്റി അനുയോജ്യത, കോംപ്രിഹെൻസീവ്നെസ് എന്ന് വെച്ചാൽ സമഗ്രത. ഇത് ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഇതുപോലെ ഇതിൽ കൂടുതൽ എങ്ങനെ നമുക്ക് ഇനി എന്തോ എഴുതാനാണ് അല്ലേ? ഓക്കെ ആണല്ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് അടുത്തത് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് 134 അതിനെക്കുറിച്ച് പറയുന്നത്. അതിന് മുമ്പേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കണ്ടോന്നില്ല, അതിൻ്റെ മുമ്പേ നമ്മുടെ ടെസ്റ്റിൽ ഇങ്ങനൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ദ വൺസ് ദാറ്റ് എഗ്രി വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് കളർ ദ സർക്കിൾ കേട്ടോ. അങ്ങനെ ഒരു ബോക്സ് കൊടുത്തേക്കുന്നുണ്ടോ. അതിന് മുമ്പേ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഭരണഘടനാ വ്യവസ്ഥ എന്നാൽ എന്ത്? ടീച്ചറും മനുവും തമ്മിലൊരു കോൺവെർസേഷൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ടീച്ചറും മനുവും തമ്മിലൊരു കോൺവെർസേഷൻ. മനു ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് സാറ് പറയുന്നുണ്ട്. ഇത് ഇനി മേലാൽ ആവർത്തിക്കരുത് കേട്ടോ മനു എന്ന് സാറ് കുട്ടിയോട് പറയുന്നുണ്ട്. മനു അപ്പോൾ അവിടെ നിന്ന് ക്ഷമിക്കണം ടീച്ചർ, സൈക്കിൾ ഓടിക്കുന്നവർ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? സൈക്കിളിനും നിയമങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറയുന്നുണ്ട് എന്താ, എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സാധാരണക്കാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും അത് ബാധകമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർ തങ്ങളുള്ള സംഭാഷണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ? അതിനകത്തിൽ വലുതായിട്ടൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ് കേട്ടോ. ഈ ഭരണഘടനയെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചത്, ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലാണ്. 1 മാർക്കിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. മനസ്സിലായോ? ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ചൊക്കെ ആദ്യം പറഞ്ഞ അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നാണ് ഭരണഘടനയെ അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. അദ്ദേഹം പറഞ്ഞ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ഓഫീസേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം, അറേഞ്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞില്ലേ? ഓർഡർ അല്ലേ, അറേഞ്ച്മെന്റ്. ഹി ക്ലാസിഫൈഡ് ലോസ് ഇൻ ടു 2 കാറ്റഗറി അല്ലേ. അദ്ദേഹം സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും അദ്ദേഹം നിയമങ്ങളെ 2ആയിട്ട് അങ്ങ് തിരിച്ചു. അരിസ്റ്റോട്ടിലാണ് കേട്ടോ. അരിസ്റ്റോട്ടിലാണ് ഇതിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ആദ്യമായിട്ട് നിർവചിച്ചത്. അദ്ദേഹം പറഞ്ഞത് ദ അറേഞ്ച്മെന്റ് ഓഫ് ഓഫീസേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് അല്ലേ. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ ഒരു വിന്യാസമാണ്, ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇതിനെ 2ആയിട്ട് അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഓർഡിനറി ലോസ് എന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് എന്നും 2ആയിട്ട്. ഓർഡിനറി എന്ന് വെച്ചാൽ സാധാരണ നിയമങ്ങളൊക്കെ അല്ലേ. പിന്നുണ്ട് ഏതാ? കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് വെച്ചാൽ ഭരണഘടനാ നിയമങ്ങളൊന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അടുത്തതാണ്ട് തൊട്ട് താഴെ അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സെറ്റ് ലിമിറ്റ്സ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ റൂളേഴ്സ്. ഭരണാധികാരികളുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിച്ചിരിക്കുന്നു. അതെ ഉണ്ട്, പരിധി നിശ്ചയിച്ചിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇത് കൊടുക്കാനാ, കളർ കൊടുക്കാനാ. ഡിഫൈൻസ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. പൗരരുടെ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നു, അവരുടെ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നു. പ്രൊമോട്ട് ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ, സ്വേച്ഛാധിപത്യത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നോ? ഇല്ല. പിന്നെ ഗീവ്സ് അൺലിമിറ്റഡ് പവർ ടു റൂൾസ്. ഇല്ല. ഭരിക്കുന്നവർക്ക് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകുന്നു. ഇല്ലില്ല. നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നു അല്ലേ. എൻഷ്യേഴ്സ് ദ റൂൾസ് ഓഫ് ദ ലോ. അതെ, നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഈ 3 കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ഇൻ ദ ഹിസ്റ്ററി ഇന്ത്യ ബ്രിട്ടീഷ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ദ ഹിസ്റ്ററി കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനകത്തിലെ ബോക്സിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടന ഇന്ത്യയുടേതാണ് കേട്ടോ. ഈ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്.
അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 2 ഒന്നാം സ്വാതന്ത്ര്യ സമരം, 3 ഇന്ത്യൻ കൗൺസിലിംഗ് ആക്റ്റുകൾ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകൾ, ക്യാബിനറ്റ് മിഷൻ എന്നിങ്ങനെ 6 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ 6 പഠിക്കേണ്ടത് കേട്ടോ. 2 വരിയിലും വെച്ച് പഠിക്കണം നിങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഫീച്ചേഴ്സ്, അത് കഴിഞ്ഞ പേജ് മാറിപ്പോയി. അത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ്ട് ഇത് ഞാനിത് സെപ്പറേറ്റ് എഴുതാൻ ഞാൻ നോക്കി നിങ്ങൾ, ഇത് ഇതിനകത്ത് തന്നെ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നോക്കിയേ, അതായത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. അതിന് തൊട്ട് മുമ്പിലത്തെ ആ 6 നല്ലപോലെ പഠിക്കണം കേട്ടോ. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതിലൊന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സുകൾ, അതായത് ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്. 1 സോവറിനിറ്റി എന്ന് വെച്ചാൽ പരമാധികാരം, 2 മതേതരത്വം കേട്ടോ, സെക്യുലാരിസം എന്ന് വെച്ചാൽ മതേതരത്വം, പിന്നെ റിപ്പബ്ലിക്ക്, പിന്നെ സോഷ്യലിസം സ്ഥിതി സമത്വം, പിന്നെ ഡെമോക്രസി ജനാധിപത്യം. ഈ 5 വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ഇതിനകത്തിലൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. സോവറിനിറ്റി, സെക്യുലാരിസം, സോഷ്യലിസം, ഡെമോക്രസി, റിപ്പബ്ലിക്ക് കേട്ടോ. ഈ പരമാധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങൾ? സോവറിനിറ്റി എന്ന് വെച്ചാൽ എന്താ? ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ടേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ് ഓർ പ്രഷർ, അല്ലേ? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഇതാണ് ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരമാണ് സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത്. എന്നാൽ സെക്യുലാരിസം ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. Individuals have the right to profess, practice and propagate the religion of their choice. The state will not discriminate against any religion. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. രാഷ്ട്രത്തിന് അങ്ങനെ ജാതിയോ മതമോ ഒന്നുമില്ല. നോട്ട് റിലീജിയൻ, അല്ലേ? മതമൊന്നുമില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല. ഒരു രാഷ്ട്രവും ഒരു രാജ്യത്തോടും ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല എന്നാണ്. റിപ്പബ്ലിക്കിലോ തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്ക്. റിപ്പബ്ലിക് ഈസ് ദ സിസ്റ്റം ഇൻ വിച്ച് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ടു ഇലക്ഷൻസ്, അല്ലേ? ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായി രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. സോഷ്യലിസം എന്നാൽ എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ഈസ് സസ്റ്റൈൻഡ് ബൈ എൻഷുറിങ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ആൾ, അല്ലേ? എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യ നീതി നിലനിർത്തുന്നു എന്നുള്ളതാണ് സെക്യുലാരിസം അല്ലെങ്കിൽ സ്ഥിതി സമത്വം എന്ന് പറയുന്നത്. എന്നാൽ ഡെമോക്രസിയോ ജനാധിപത്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാവുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതാണ് അത് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇത് കേട്ടോ. ഇനി കുഞ്ഞുങ്ങൾ ഇവിടെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും തന്നിട്ടുണ്ട്. എന്തോന്നറിയോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് റിഫ്ലക്റ്റ് ദ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ഔട്ട് ഇൻ ദ പ്രിമേബിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന എന്തെല്ലാം ലക്ഷ്യങ്ങളെ പ്രതിപാദിക്കുന്നു. ഇവിടെ നോക്കിയേ, ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റീവ്സും തന്നിട്ടുണ്ട്. അതാണ് ഞാനിവിടെ എൻ്റെ മലയാളം ഇംഗ്ലീഷ് പ്രധാനപ്പെട്ട എല്ലാം ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ദ സ്റ്റേറ്റ് ഹാസ് എ നോ ഒഫീഷ്യൽ റിലീജിയൻ. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞതാ, രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല, അതായത് സെക്യുലാരിസമാണത്. ദ പീപ്പിൾസ് ആർ എ സോവറിൻ. ജനങ്ങൾ പരമാധികാരികളാണ്, അല്ലേ? അതെന്താ? ജനാധിപത്യമാണ്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആൻ ഇലക്റ്റഡ് പേഴ്സൺ. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവനാണ്, അല്ലേ? റിപ്പബ്ലിക്കിലാണത്. ദ പവർ ഓഫ് ദ അത്ര 3 ഉള്ളൂ, അല്ല. ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു മേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ്. ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരം സോവറിനിറ്റി കേട്ടോ, പരമാധികാരം. പിന്നെ റെഡ്യൂസസ് ഇൻഇക്വാളിറ്റീസ് ആൻഡ് എൻഷ്യൂർസ് സോഷ്യൽ ജസ്റ്റിസ്. അസമത്വങ്ങൾ കുറിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നത് ഇക്വാളിറ്റി, സമത്വമാണ്
കേട്ടോ. അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, അതിനകത്തിൽ അത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കി ഞാൻ അതിനകത്ത് എഴുതിയേക്കുക. വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടന എന്നാൽ എന്താണ് ഭരണഘടന? എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഹൗ എ കൺട്രി ഈസ് ഗവേൺഡ്. ഇറ്റ് ഡിഫൈൻസ് ദ പവർ ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ഒരു രാജ്യത്ത് ഗവൺമെൻറ്റിൻ്റെ സംഘടനയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു അധികാര രേഖയാണ് കുഞ്ഞുങ്ങളെ ഭരണഘടന എന്ന് പറയുന്നത് കേട്ടോ. 2. വെൻ വാസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ്? ഇന്ത്യൻ ഭരണഘടന എപ്പോഴാണ് അംഗീകരിച്ചത്? നവംബർ 26, 1949 കേട്ടോ. നവംബർ 26, 1949. ഇന്ത്യ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ജനുവരി 26, 1950 മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. ജനുവരി 26, 1950 അല്ലേ? ജനുവരി 26 അല്ലേ റിപ്പബ്ലിക് ഡേ. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ പരമാധികാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പരമാധികാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോവറിനിറ്റി ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്? സോവറിനിറ്റി ഈസ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ടേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇൻ്റർഫറൻസോ ഓർ പ്രഷർ. ബാഹ്യ ഇടപെടലുകളോ സമ്മർദ്ദമോ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു രാജ്യത്തിനുള്ള അധികാരത്തിനെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്? എഴുതപ്പെട്ട ഭരണഘടന എന്നാൽ എന്താണ്? എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഈസ് വൺ in which the fundamental principles and laws are written, codified and systematically organized in the form of a book. അല്ലേ? എന്താണ് എഴുതപ്പെട്ട ഭരണഘടന എന്നാൽ? അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ എഴുതുകയും ക്രോഡീകരിക്കുകയും ചിട്ടയായി ക്രമീകരിക്കുകയും ചെയ്യുന്ന ഭരണഘടനയാണ് എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് കേട്ടോ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 6. അടുത്തത് 7. ഭരണഘടനാവാദം എന്നാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണലിസം അത് നോക്കി നിങ്ങളെ. ഭരണഘടനാവാദം. കോൺസ്റ്റിറ്റ്യൂഷണലിസം ഈസ് എ പൊളിറ്റിക്കൽ ഓർഡർ ദാറ്റ് ലിമിറ്റ്സ് ദ പവർ ഓഫ് ദ ഗവൺമെൻറ് ത്രൂ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഭരണഘടനയിലൂടെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഭരണഘടനാവാദം കേട്ടോ. ഭരണഘടനയിലൂടെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഭരണഘടനാവാദം. വിച്ച് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് ഈസ് കൺസിഡേർഡ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യാവകാശ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെട്ടിരുന്ന ചരിത്രപരമായ രേഖ ഏതാണ്? മാഗ്ന കാർട്ട. വിച്ച് ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ലെഡ് ടു ദ ക്യൂൻ ഓഫ് ബ്രിട്ടൻ ടേക്കിംഗ് ഓവർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഡയറക്റ്റ്ലി അല്ലേ? ബ്രിട്ടനിലെ രാജ്ഞി ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കാൻ കാരണമായ ചരിത്ര സംഭവം ഏതാണ്? 1-ാം ലോക മഹായുദ്ധം അല്ലേ? ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. പരമാധികാരം രാജാവിലല്ല ജനങ്ങളാൽ നിക്ഷിപ്തമാണെന്ന തത്വം അംഗീകരിച്ചത് ഫ്രഞ്ച് വിപ്ലവം കേട്ടോ. ഏത് വിപ്ലവത്തിന് ശേഷമാണെന്ന് വെച്ചാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓൾഡസ്റ്റ് ലീഗൽ കോഡ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പഴയ സംഹിത എന്നറിയപ്പെടുന്ന നമ്മൾ കുറേ പറഞ്ഞതാണ് കോഡ് ഓഫ് ഹാമ്മറാബി. ഈ ചാപ്റ്ററിനകത്തിൽ ഏകദേശം ഇത്രയൊക്കെ മതി കുഞ്ഞുങ്ങളെ. പ്രധാനപ്പെട്ടതെല്ലാം ഇതിനകത്തിൽ തന്നിട്ടുണ്ട്. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. നമുക്ക് അടുത്ത ഓഷൻ്റെ പാഠം തുടങ്ങാൻ പോവുകയാണ്. ഇത് പരീക്ഷയ്ക്ക് കുറച്ച് ഞാൻ തന്നായിരുന്നു, ബാക്കി ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നത്. നമുക്ക് ഓഷൻ്റെ പാഠം തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കുഞ്ഞുങ്ങളെ, ഹാപ്പി ന്യൂ ഇയർ.